ആലപ്പുഴയിൽ നടന്ന കെപിസിസിയുടെ സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് ജി സുധാകരനെതിരെ വീണ്ടും സൈബർ ആക്രമണം ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രൂക്ഷ വിമർശനവുമായി ജി സുധാകരൻ രംഗത്തെത്തിയത്. എന്നാൽ ജി സുധാകരൻ പറഞ്ഞ പൊളിറ്റിക്കൽ ഗാങ്സ്റ്ററിസം ഒന്നും തനിക്കറിയില്ല എന്നായിരുന്നു കെ ഷാജുവിന്റെ പ്രതികരണം. അങ്ങനൊന്നുമില്ല, എനിക്ക് അറിയത്തില്ല ഈ പൊളിറ്റിക്കൽ ഗ്യാങ്സ്റ്റർ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. പുള്ളി അദ്ദേഹത്തിന്റെ അനുഭവത്തിലായിരിക്കും അദ്ദേഹം അങ്ങനെ പറയുന്നത്, എനിക്കറിയത്തില്ല. ഞാനൊന്നും പുള്ളിക്കെതിരായിട്ടൊന്നും ഒരു കാര്യത്തിനും ചെയ്തിട്ടില്ല. എനിക്ക് അദ്ദേഹം എവിടെ പോകുന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അദ്ദേഹം എവിടെ വേണമെങ്കിലും പോട്ടെ. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഞങ്ങൾക്കെല്ലാം മാതൃകാ പുരുഷനാണ്, അതിനകത്തൊരു സംശയവും വേണ്ട. ജി സുധാകരൻ സാഹോ ഇത്തരം കാര്യങ്ങൾ പറയില്ല എന്നാണ് എന്നെ പോലുള്ള ആളുകൾ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. അത് ഞാൻ പറഞ്ഞുള്ളൂ. എനിക്ക് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോക തോൽവിയായിട്ടുള്ളൊരു പ്രതിപക്ഷ നേതാവാണ്. ഇങ്ങനെ സഖാവ് ഇങ്ങനെ 110 മാർക്ക് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ അതങ്ങനെ അദ്ദേഹം പറയാൻ ഇടയില്ല എന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഒരു തരത്തിലും അദ്ദേഹത്തെ വിമർശിച്ചിട്ടില്ല. വിമർശനം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറയാണ്, ആണിക്കല്ലാണ്. ജി സുധാകരനെതിരെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പാർട്ടി അതിൽ ഇടപെട്ട് പരിഹാരം കണ്ടിട്ടുണ്ടെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. പാർട്ടി നേതൃത്വം തുറന്ന മനസ്സോടെ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. സുധാകരൻ പാർട്ടിക്കൊപ്പം നിന്ന് പാർട്ടിയെ ശക്തിപ്പെടുത്തണമെന്നും സജി ചെറിയാൻ പറഞ്ഞു. അദ്ദേഹം പാർട്ടിയുടെ മുതിർന്ന നേതാവാണ്. ഞങ്ങൾ അദ്ദേഹത്തെ വളരെ റെസ്പെക്ട് ചെയ്യുന്നു. പാർട്ടിക്ക് ഒരുപാട് സംഭാവന ചെയ്ത ആളാണ്. ഇതിലൊന്നും ഞങ്ങൾക്ക് ഒരു അഭിപ്രായവ്യത്യാസമില്ല. വ്യക്തിപരമായി അദ്ദേഹത്തെ ആരെങ്കിലും ആക്ഷേപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണമെങ്കിൽ അത് തുറന്ന മനസ്സോട് ചർച്ച ചെയ്യാൻ പാർട്ടി നേതൃത്വം തയ്യാറാണ്. അതിനൊന്നും ഒരു പ്രശ്നമില്ല, ചർച്ച ചെയ്യുകയും ചെയ്യും. പക്ഷെ അങ്ങനെ ഒരു ഇഷ്യൂ ആദ്യം വന്നപ്പോൾ ഞങ്ങൾ ഇടപെട്ടത് പരിഹരിച്ചു. ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതാണ്, അദ്ദേഹം പാർട്ടിയോടൊപ്പം ചേർന്ന് പോകണം. പാർട്ടിക്ക് വ്യത്യസ്തനല്ല ജി സുധാകരൻ. പാർട്ടിയോടൊപ്പം ചേർന്ന് പോകേണ്ട ആളാണ്. പാർട്ടി എല്ലാ കാര്യത്തിലും അദ്ദേഹത്തെ യോജിപ്പിച്ചു കൊണ്ടുപോകാൻ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന നിലപാട് പാർട്ടി സ്വീകരിക്കും. അപ്പൊ ആ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് വേണ്ടിയാണ് അദ്ദേഹം പറയേണ്ടത്, വാദിക്കേണ്ടത്. പാർട്ടിയിലെ ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞൊരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിലല്ല പറയേണ്ടത്. പാർട്ടിക്ക് വേണ്ടി ചേർന്ന് പാർട്ടിയോടൊപ്പം നിന്ന് അദ്ദേഹം പാർട്ടിയെ ശക്തിപ്പെടുത്തണം. അതാണ് അതിന്റെ ശരിയായ ഒരു ലക്ഷ്യം ഞങ്ങളുടെ എല്ലാം. വിവരങ്ങളുമായി ശരത് എസ് എസും സായ്കുമാറും ടി വി പ്രസാദമാണ് ചേരുന്നത്. ആദ്യം ശരത് എസ് എസിലേക്ക്. ശരത് എസ് എസ്, തന്റെ രാഷ്ട്രീയ നിലപാടുകൾ അത് വിവാദമായാലും പ്രതികരണങ്ങളായാലും എന്തായാലും കൃത്യമായ ചങ്കൂറ്റത്തോടെ എപ്പോഴും തുറന്നു പറയുന്ന നേതാവാണ് ജി സുധാകരൻ. ഏത് ഘട്ടത്തിലും എന്തൊരു വിഷയത്തിലും പാർട്ടിക്കെതിരെ നിലപാടെടുക്കാൻ പോലും, പാർട്ടിക്കെതിരെ വിമർശനം ഉന്നയിക്കാൻ പോലും അതിശക്തമായൊരു വിമർശനം, പ്രതികരണമൊക്കെ സുധാകരന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കറകളഞ്ഞ അഴിമതി ഇല്ലാത്തൊരു നേതാവ് കൂടിയാണ്. പക്ഷേ ഒടുവിൽ പൊട്ടിത്തെറിക്കേണ്ടി വരുന്നു അല്ലെ? 25 പേരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള വിമർശനമാണ് നടത്തിയിരിക്കുന്നത്. എന്താണ് ഈ സുധാകരന് പിന്നിൽ, സുധാകരന്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നിൽ ഒരു കൃത്യമായ അജണ്ട ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലേ? ആര്യ, അത് തന്നെയാണ്. അതായത് ഇത് ദീർഘനാളായി നടന്നു വരുന്നൊരു സൈബർ ആക്രമണമാണ്. ഇതിപ്പോൾ ഏറ്റവും ഒടുവിൽ 2 ആഴ്ച മുൻപ് നടന്നു എന്ന് പറയുമ്പോഴും അതിനപ്പുറം നേരത്തെയും പലതവണ ഇത്തരത്തിൽ കോൺഗ്രസിന്റെ സെമിനാറിൽ പങ്കെടുത്തതിന്റെ പേരിൽ അന്നും ഇത്തരത്തിൽ സുധാകരനെ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വിവിധ സമയങ്ങളിൽ സുധാകരനെ കൃത്യമായ ഇടവേളകളിൽ ഇങ്ങനെ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുകയും അധിക്ഷേപിക്കുകയും കുടുംബത്തെ അടക്കം അസഭ്യവർഷം നടത്തുകയും ചെയ്തു. അങ്ങനെ ഇത് പലതവണ ഉണ്ടാകുന്നു. അത് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇടത് സൈബർ മുഖങ്ങളുള്ള, അതായത് ഇടത് പാർട്ടിക്ക് അല്ലെങ്കിൽ CPM-ന്റെ ആളുകൾ എന്ന് തോന്നിപ്പിക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള കൂടുതലും പോസ്റ്റുകൾ ചെയ്യുന്നത്. ഏറ്റവും ഒടുവിൽ ചെയ്തതിൽ പാർട്ടി നേതൃത്വത്തിലുള്ള ആളുകൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ്. അത് ജി സുധാകരൻ പറയുന്നത് കെ ഷാജു അടക്കം ജില്ലാ കമ്മിറ്റി അംഗമാണ് കെ ഷാജു, ഒപ്പം ഡിവൈഎഫ്ഐയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി, ഒപ്പം SFIയുടെ നേതാവ് അക്ഷയ്, പുന്നപ്രയിലെ ലോക്കൽ കമ്മിറ്റി അംഗം ജഗദീഷ്, അങ്ങനെ വിവിധ ആളുകൾ പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെ തന്നെ അധിക്ഷേപിച്ചു. ഇതിന് നേതൃത്വം നൽകുന്നത് അമ്പലപ്പുഴയിലുള്ള ഒരു CPIM നേതാവാണ്. 25 പേർ മാത്രമേ ഇതിലുള്ളൂ. ഇവരുടെ സുഹൃത്തുക്കൾ വഴിയും ഒപ്പം വ്യാജ ഐഡികൾ ഉണ്ടാക്കിയുമാണ് തന്നെ അധിക്ഷേപിക്കുന്നത് എന്നുള്ളതാണ് ജി സുധാകരൻ പറഞ്ഞത്. ഇത് പലതവണ പൊതുവേദിയിലും പ്രസംഗങ്ങളിലൊക്കെ തന്നെ ജി സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം അതിരൂക്ഷമായ ഭാഷയിൽ, അതായത് പൊളിറ്റിക്കൽ ഗ്യാങ്സ്റ്ററിസം എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ആ രീതിയിൽ, അത്രയും രൂക്ഷമായ രീതിയിൽ അദ്ദേഹം പ്രതികരിക്കേണ്ടി വന്ന സാഹചര്യമാണ്. അതായത് അദ്ദേഹം പല വേദിയിൽ ഇതൊക്കെ പ്രസംഗങ്ങളിലൊക്കെ തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോഴും ഇതിനൊന്നും ഒരു പരിഹാരം കണ്ടിട്ടില്ല. മാത്രമല്ല, നേരത്തെ പാർട്ടി CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു, ഒപ്പം പോലീസിലും പരാതി നൽകിയിരുന്നു. പക്ഷേ പോലീസും പാർട്ടിയും ഒക്കെ തന്നെ ഈ പരാതി സ്വീകരിച്ചൊരു മൃദു സമീപനമാണ് ഇവർക്കെതിരെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലും ജി സുധാകരന് അതൃപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കെ ഷാജു നടത്തിയ സൈബർ അല്ലെങ്കിൽ തനിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിലൊക്കെ തന്നെ
എന്തായാലും നടപടിയെടുക്കണം, അതിന് ജില്ലാ കമ്മിറ്റി ഇടപെടണമെന്നുള്ളതാണ് ജി സുധാകരൻ പറയുന്നത്. സംസ്ഥാന നേതാക്കളും ഇത് ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ആക്ഷേപം അതിരുവിട്ടതോടെയാണ് ഇപ്പോൾ പരസ്യമായി പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. ഇപ്പോൾ സായ്കുമാർ കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സായ്കുമാർ, താൻ എന്താണ് കോൺഗ്രസിന്റെ പരിപാടിയിൽ പോയതിൽ തെറ്റെന്താണ്? അങ്ങനെ പല നേതാക്കളും പോയിട്ടില്ലേ? എന്തുകൊണ്ടാണ് താൻ തന്റെ രാഷ്ട്രീയ നിലപാട് പറയാനാണ് താൻ ആ വേദിയിലേക്ക് പോകുന്നത്? എന്തിനാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ തന്റെ കുടുംബത്തെ ഉൾപ്പെടെ ഈ വിവാദ പോസ്റ്റുകളിലേക്ക് വലിച്ചിഴക്കേണ്ട ഒരു സാഹചര്യം എന്താണ് എന്നുകൂടിയാണ് സുധാകരൻ ഒടുവിൽ പൊട്ടിത്തെറിക്കുന്നത്. തീർച്ചയായും ആര്യ, കഴിഞ്ഞ കുറേ നാളുകളായി ആലപ്പുഴ ജില്ലയിലെ പാർട്ടി നേതാക്കളുമായി ജി സുധാകരൻ തുടരുന്ന അതൃപ്തി അതിപ്പോൾ വലിയ ഒരു പൊട്ടിത്തെറിയിലേക്ക് പോവുകയാണ്. ദീർഘനേരം ഇന്ന് നമ്മുടെ പ്രതിനിധി ശരത്തുമായി സുധാകരൻ സംസാരിക്കുന്നുണ്ട്. അതിൽ പറയുന്ന ഓരോ വരികളും ആലപ്പുഴ ജില്ലയിലെ പാർട്ടി നേതാക്കൾക്കെതിരായിട്ടുള്ള കാര്യമാണ്. തിരഞ്ഞെടുപ്പ് സമയമാണ്, ഇനിയെങ്കിലും പാർട്ടി നേതൃത്വം ഈ വിഷയങ്ങൾ ശ്രദ്ധിക്കണം. ഒരു പൊളിറ്റിക്കൽ ക്രിമിനലിസമാണ് ആലപ്പുഴയിൽ നടക്കുന്നത് എന്ന കടുത്ത വിമർശനമാണ് ജി സുധാകരൻ ഉന്നയിക്കുന്നത്. അദ്ദേഹം വെറുമൊരു പാർട്ടിയുടെ ഇപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റി ആണെങ്കിൽ പോലും കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാണ്, മുൻ മന്ത്രിയാണ്, മുൻ MLA ആണ്. അങ്ങനെ നിരവധി പദവികൾ വഹിച്ചിട്ടുള്ള പാർട്ടിയുടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹമാണ് CPIMന്റെ ഏറ്റവും കരുത്തുറ്റ ഘടകങ്ങളുള്ള ആലപ്പുഴ ജില്ലയിലെ പാർട്ടി നേതൃത്വത്തെക്കുറിച്ച് ഇത്ര കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. നമുക്കറിയാം, ഇക്കഴിഞ്ഞ സമ്മേളന കാലയളവിൽ പോലും പല ഘട്ടങ്ങളിൽ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ഭിന്നമായി മാറി നിൽക്കുന്ന സുധാകരനെ, ഒറ്റയ്ക്ക് നടക്കുന്ന സുധാകരനെ കാണുന്നു. ആയിടക്കാണ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ അവരുടെ പോഷക സംഘടനയുടെ സെമിനാറിലേക്ക് പോകുന്നത്. അതാണ് ഇപ്പോൾ വലിയ വിമർശന വിധേയമാകുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി സൈബർ ഇടത്ത് ഏറ്റവും കൂടുതൽ CPIM നേതാക്കളുടെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ആക്രമിക്കപ്പെടുന്ന ഒരു നേതാവ് കൂടിയായി സുധാകരൻ മാറുകയാണ്. അതിലുള്ള രോഷം കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. ഒരു ജില്ലാ കമ്മിറ്റി അംഗം തന്നെ തനിക്കെതിരെ പോസ്റ്റ് ഇടുന്നു, എന്തുകൊണ്ട് അയാൾക്കെതിരെ നടപടിയെടുക്കുന്നില്ല എന്ന് ജില്ലാ നേതൃത്വത്തോടാണ് ജി സുധാകരൻ ചോദിക്കുന്നത്. കൃത്യമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗം എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. TV പ്രസാദ് കൂടി ചേരുന്നുണ്ട്. TV പ്രസാദ്, ആലപ്പുഴക്കാർക്കോ അമ്പലപ്പുഴക്കാർക്കോ അറിയാത്തൊരു നേതാവല്ലല്ലോ ജി സുധാകരൻ. അപ്പോൾ ഈ നേതൃത്വം കൃത്യമായ നിലപാടെടുക്കും, പരിഹാരം കണ്ടു എന്ന് പറയുമ്പോഴും ഇത് പാർട്ടിക്ക് ഉൾപ്പെടെ തിരിച്ചടിയാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ എന്ത് നിലപാടാകും ഇനി നേതൃത്വം സ്വീകരിക്കുക? ഗുഡ് ഈവനിങ് ആര്യ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പരസ്യമായി ജി സുധാകരനെ പാർട്ടി തള്ളുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഈ പറയുന്ന ജി സുധാകരനെതിരായി സൈബർ ആക്രമണം നടത്തുന്നവരെ വിമർശിക്കാൻ ഒരിക്കലും പാർട്ടി തയ്യാറാകില്ല എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ജി സുധാകരനിലുണ്ടായ മാറ്റം, അത് വളരെ വിമർശനത്തോടെയാണ് പാർട്ടി അതിനെ നോക്കിക്കാണുന്നത്. നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമായ സജി ചെറിയാൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്തും ആലപ്പുഴയിലെ പാർട്ടിയെ നിയന്ത്രിച്ചത് ജി സുധാകരൻ തന്നെയായിരുന്നു. അന്ന് ജി സുധാകരൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരാതിരിക്കാനുള്ള കാരണമായി പാർട്ടിയോട് പറഞ്ഞത് ആലപ്പുഴയിൽ തനിക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളതായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ആലപ്പുഴ എന്ന ജില്ലയെ കൈവെള്ളയിൽ വെച്ച് നടന്ന ആളാണ് ജി സുധാകരൻ എന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. കാരണം ആലപ്പുഴയിലെ CPIMന്റെ അവസാന വാക്കായിരുന്നു ജി സുധാകരൻ. പിന്നീട് മത്സരിക്കാൻ സീറ്റില്ലാതെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീങ്ങി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഏതാണ്ട് പൂർണ്ണമായും അപ്രസക്തനാകുന്ന നിലയിലേക്ക് മാറിയ ജി സുധാകരൻ പിന്നീട് പല ഘട്ടങ്ങളിലും പ്രത്യക്ഷമായി അല്ലെങ്കിൽ പോലും പരോക്ഷമായിട്ടെങ്കിലും പാർട്ടിയെ വിമർശിക്കുന്നത് നമ്മൾ കാണുകയാണ്. അങ്ങനെ ഈ ഒരു ഘട്ടത്തിൽ പാർട്ടി പൂർണ്ണമായും ഇനി ജി സുധാകരനെ സംരക്ഷിച്ചുകൊണ്ട് ഒരു വർത്തമാനത്തിലേക്ക് പോകില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കാരണം ജി സുധാകരൻ ചില ഘട്ടങ്ങളിലെങ്കിലും രൂക്ഷമായി വിമർശിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ പരസ്യമായി തള്ളാനും തയ്യാറാകില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും ഈ സൈബർ ആക്രമണം ഇനിയും തുടരാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് ആലപ്പുഴയെ അറിയുന്ന ഒരാളെന്ന രീതിയിൽ മനസ്സിലാകുന്നത്. ആര്യ.